Assalamualaikum, hi all, welcome back to Mymoonz kitchen. അങ്ങനെ ഇന്നലെ നോമ്പ് തുറ പരിപാടിയൊക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാ. അപ്പം വീഡിയോ കാണണം എന്ന് പറഞ്ഞവർക്കായിട്ട് ഞാനിതാ കൊണ്ടുവന്നിരിക്കുകയാണ്. ചില റെസിപ്പീസൊക്കെ ഞാനിതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്, വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അപ്പം കാണിക്കാത്തതായിട്ടുള്ള വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ തന്നെ കാണിക്കാം. ഇതിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകുന്നുണ്ട്, എന്നാലും മനസ്സിലാവില്ല. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് ഞാൻ വേറെ തന്നെ പോസ്റ്റായിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ നോമ്പ് തുറക്കാൻ ചായക്കടിയായിട്ടൊരു 4-5 മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് പിസ്ത മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കിയത്. പിന്നെ നാസ്തയും. നോമ്പിന് എന്തായാലും മഗ്‌രിബാകുമ്പോൾ തന്നെ നാസ്തൻ്റെ പണിയടക്കം തീരണമല്ലോ. അപ്പം അതുകൊണ്ട് ഇന്നലെ രാവിലെ തൊട്ടേ ഉള്ള പണിയാണ്, നല്ല ബിസി ആയിരുന്നു. സാധാരണ പോലെ തന്നെ അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് പിന്നെ ഉള്ള പണി വീടൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു പണി എന്ന് പറയുന്നത് അതേത് പാർട്ടിയിലുള്ള ഒരു ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഗ്ലാസും പ്ലേറ്റും ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആദ്യം ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. എത്ര ഗ്ലാസ് വേണം, എത്ര പ്ലേറ്റ് വേണം എന്നൊന്നും പ്രത്യേകിച്ച് നോമ്പായതുകൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പം മൊത്തത്തിലുള്ള ഗ്ലാസും പ്ലേറ്റും സെർവ് ചെയ്യേണ്ടതും കുടിക്കേണ്ടതും തിന്നേണ്ടതും ഒക്കെ ഞാൻ അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഫ്രീസറിലേക്ക് വെച്ചതെല്ലാം എടുത്ത് പുറത്തെടുത്തിട്ട് വെള്ളത്തിലേക്ക് വെക്കണം. ഇനി അത് ഒറ്റയായി കിട്ടണം. അപ്പം ഞാൻ അത്താഴത്തിന് എണീച്ചപ്പം പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 10 മണിയൊക്കെ ആയി, നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഒറോട്ടി ചുടാം. കാരണം ഒറോട്ടിയാണ് ഏറ്റവും വലിയൊരു മെനക്കേടുള്ള പണി. അപ്പോൾ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് എടുക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് തന്നെ അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി അവിടെ കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പം നാസ്തയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ് വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു കോഫി പുഡിംഗ് ഉണ്ടാക്കാമെന്ന്. ഇത് നെസ്കഫേയുടെ കോഫി പൗഡർ ഞാൻ കുറേ മുമ്പേ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് മിക്സാക്കിയിട്ട് പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. പുറത്ത് വെക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എയർ കയറിയിട്ട് പൊടിയൊക്കെ കട്ടയായി പോകുന്നു. അപ്പം പിന്നെ ഇതേപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാവും. കുറച്ചായി അതൊരു ശരിക്കും പറഞ്ഞാൽ 5-8 മാസമൊക്കെ ആയി തോന്നുന്നു അങ്ങനെ ലിക്വിഡാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് കോൾഡ് കോഫി അടിക്കാറാണ് പതിവ്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അത് ഞാനൊരു ദിവസം വീഡിയോ കാണിക്കാം കേട്ടോ. ഈ കോഫി പുഡിങ്ങിൻ്റെത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ച് പോകുന്നതാണ്. കാരണം ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുമ്പം വീഡിയോ ലെങ്ത്ത് കൂടും. ഒരു ബ്രീഫായിട്ട് പറയാമെന്ന് വെച്ചാൽ പാല് നന്നായിട്ട് തിളപ്പിക്കുക. ചൂടായി വരുമ്പം പഞ്ചസാരയും 2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്തത്. ഇപ്പം കോഫി മിക്സ് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് സെറ്റാവാനായിട്ട് ഞാൻ ചൈന ഗ്രാസ് ആണ് എടുത്തത്. ചൈന ഗ്രാസ് ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മെൽറ്റാക്കി എടുക്കാം. എന്നിട്ട് ഇത് നന്നായി മെൽറ്റായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, കോഫി മിക്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. രണ്ടും ഒരേ ചൂടിലിരിക്കുമ്പോഴാണ് മിക്സ് ആക്കേണ്ടത്. നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ നട്ട്സ് ചോപ്പ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കറികൾ ഉണ്ടാക്കാം. 3 തരം കറികളാണ് ഉണ്ടാക്കുന്നത്: ബീഫ്, ചിക്കൻ, വെജിറ്റബിൾ. അപ്പം ആദ്യം ഞാനിപ്പം ബീഫാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സവാളയും പച്ചമുളകും അങ്ങ് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുമ്പോഴേക്കും നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി പേസ്റ്റ് ആക്കാം. മല്ലിപ്പൊടി കുറച്ച് അധികം ഇടാം, കാരണം മല്ലിയുടെ ആ ഒരു ഫ്ലേവറാണ് നല്ലത്. സവാള ഇപ്പം ചെറുതായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചതച്ചിട്ടിട്ട് കൊടുക്കാം. എങ്ങനെയായാലും ഇഞ്ചി കുറച്ച് അധികം ഇടുന്നത് ബീഫിന് നല്ലതാണ്. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാല ഫസ്റ്റ് ചേർക്കുമ്പം ഉള്ളിയിലൊക്കെ നന്നായിട്ടങ്ങ് പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എല്ലാം നന്നായി മിക്സാക്കിയിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഉണ്ടാക്കിയ ആ ചില്ലി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഈ സവാളയിലെല്ലാം പിടിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി ഇപ്പം മിക്സായി വന്നിട്ടുണ്ട്, എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്, പച്ചമണമൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവി എത്ര വേണോ അതുപോലെ ബീഫ് വേവാനുള്ള വെള്ളം എല്ലാം കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു ബിരിയാണി ഇലയും ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ചൊരു 3-4 വിസിലിന് അങ്ങ് വേവിച്ചെടുക്കാം. ഇത് വെജിറ്റബിൾ സ്റ്റൂവിന് വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം.
വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തതാണ്. അതാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് ആദ്യം കാണിക്കാതിരുന്നത്. ഇനി നമുക്ക് ബദാമി ചിക്കൻ ഉണ്ടാക്കാം. കുറച്ചധികം ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിൽ ഞാൻ അളവുകളൊന്നും പറയുന്നില്ല കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സവാളയും പച്ചമുളകും ബിരിയാണി ഇല ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ ഒരു ചിക്കൻ കറി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, ബദാമി ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, കാണണേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സവാള നന്നായി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം ഈ എണ്ണയിൽ കിടന്നിട്ട് സവാളയും തക്കാളിയും ഒക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് ചിക്കൻ മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്നങ്ങ് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചിക്കനും ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പം ആ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങും. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് എത്ര വെള്ളം വേണോ അതിന് കണക്കായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ നേരെ ഇതിലേക്ക് ബദാമും കുറച്ച് തേങ്ങയും കൂടെ അരച്ചാലും നല്ലൊരു ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാണ്. ഞാനിപ്പം കുറച്ചുകൂടെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം ഞാനിപ്പം ബനാന റോളിന് വേണ്ടിയിട്ടുള്ള പഴം നേർമയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ബനാന നീളത്തിലൊരു 3-4 സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടായ നെയ്യിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പഴം വാട്ടിയെടുക്കുന്നില്ലേ, അതേപോലെ എണ്ണയിലിട്ടിട്ട് ഒരുപാട് ഓയിൽ വേണമെന്നില്ല, ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് 2 ഭാഗവും മൊരിച്ചെടുക്കാം. ഈ ഒരു ബനാന റോളിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇപ്പം പഴം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്ക് എണ്ണയിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് റോൾ ചെയ്യാനായിട്ട് ഒരു തേങ്ങയുടെ മസാലയാണ് ഉണ്ടാക്കുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് നല്ല നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ അങ്ങ് വരുന്ന പോലെ തോന്നും. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ടോ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കാം. ഇപ്പം നമ്മുടെ ബനാന റോളിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ബനാന ലാസ്റ്റാണ് റോൾ ചെയ്യുന്നത്, അപ്പോൾ അതുവരെ നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ഡേറ്റ്സ് ലോലിപോപ്പാണ്. ഡേറ്റ്സിൻ്റെ തന്നെ പല വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ്സ് പോക്കറ്റ് ചെയ്തിട്ടുണ്ട്, ഡേറ്റ്സ് സ്ക്വയേഴ്സ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് സ്ക്വയറിൻ്റെ വേറൊരു വേർഷനാണിത്. ഒരു ലോലിപോപ്പ് ആക്കി എടുത്തേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഗ്രൈൻഡ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു പരുവത്തിലാക്കി എടുക്കണം. ബോൾ. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം ബോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനിപ്പം ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ആക്കാം അല്ലെങ്കിൽ റൗണ്ട് ആക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ആ ഷേപ്പ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊരു സ്ക്വയർ വെച്ച് കുത്തിയെടുക്കാം. ഞാനിപ്പം കുറച്ച് സ്ക്വയർ എടുത്തിട്ടുണ്ട്. അത് വലിയ സൈസ് വേണ്ട, 1.5 ആക്കി 2 ആക്കി എടുക്കാം. എന്നിട്ട് ഓരോ ഈത്തപ്പഴത്തിൻ്റെ ഹാർട്ടിനെയും നമുക്ക് ഈ സ്ക്വയറിൽ കുത്തി വെക്കാം. സെൻട്രലായിട്ട് തന്നെ കുത്തി വെക്കണം. അങ്ങനെ ആകുമ്പം അത് ഒടിഞ്ഞിട്ട് വീണു പോകില്ല. അല്ലാണ്ട് ഈത്തപ്പഴത്തിൻ്റെ വെയിറ്റ് കൊണ്ട് അതങ്ങ് വീണു പോകും. അങ്ങനെ ഞാനിപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മുട്ടയിലും ബ്രെഡിലും മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. അത് ലാസ്റ്റേ ചെയ്യേണ്ടൂ. ഇപ്പം ഇതൊക്കെ ഇവിടെ നമുക്ക് ഉണ്ടാക്കി മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിപ്പം വെജിറ്റബിൾ സ്റ്റൂവിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാലല്ല, തേങ്ങ ഡയറക്റ്റായിട്ട് നല്ല മഷി പോലെ അരച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും വിതറിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം. അടുത്തതായി നമ്മുടെ ചിക്കൻ കറി എന്തായെന്ന് നോക്കാം. ചിക്കൻ കറി ഇപ്പം നന്നായിട്ടങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കും ഞാനിപ്പം കുറച്ച് തേങ്ങയും ബദാമും അരച്ചിട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം.
കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങയും ബദാമും ഒക്കെ ഒന്ന് മിക്സ് ആവണമല്ലോ, അതിനായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ബദാമി ചിക്കനും റെഡിയായി. ഇപ്പം കറികളൊക്കെ റെഡിയായി. അതുപോലെ തന്നെ ഒറോട്ടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തിയും കുറച്ച് സ്നാക്സും ആണ് ഉണ്ടാക്കേണ്ടത്. അത് നമുക്ക് ഉണ്ടാക്കാം. ഇനി കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പം കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. നാൻ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള കട്ട്ലേറ്റ് ഞാൻ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതിനി ബ്രെഡിലും മുട്ടയിലും മുക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ പാസ്തയും ഉണ്ടാക്കണം. പാസ്ത ഞാനിപ്പം കുറച്ച് വെള്ളത്തിൽ ഉപ്പും ഓയിലും ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുകയാണ്. നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇതിനിടയിൽ ഞാനിപ്പം പെട്ടിപ്പത്തലിന് വേണ്ടിയിട്ട് മുട്ട വേവാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ വേവുന്ന സമയം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. വെന്ത് വന്ന പാസ്ത ഞാനിപ്പം വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്നങ്ങ് മാറ്റി വെക്കാം. ഓവർ കുക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഇനിയിപ്പം ഞാൻ ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ മജ്ബൂസ് എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. മജ്ബൂസിനുള്ള ആ ഒരു ലോങ് റൈസ് ഇല്ല. അപ്പം പിന്നെ നേരിയരി കൊണ്ട് ചെമ്മീൻ ചോറ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ചെമ്മീൻ ഞാനിപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് കുറച്ച് ഓയിലിട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ചെമ്മീൻ പൊരിച്ചെടുത്തിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ചോറിലേക്ക് ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കാൻ. അപ്പം ഇവിടെ ആദ്യം ഒന്ന് ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഈ സമയത്ത് പെട്ടിപ്പത്തലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. പെട്ടിപ്പത്തലിന് വേണ്ടിയിട്ട് 2 ചപ്പാത്തി വേണം. ഒന്നിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. ഒരു മുട്ടയുടെ 1/4 ഭാഗവും കൂടെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു ചപ്പാത്തി കൊണ്ട് നന്നായി കവർ ചെയ്തിട്ട് സ്ക്വയർ ആക്കിയിട്ട് ഒരു പെട്ടിയുടെ ഷേപ്പിലാക്കി കട്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഫോർക്ക് കൊണ്ട് ലൈൻ വെച്ച് കൊടുത്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധിക സമയം ഇതിങ്ങനെ പുറത്ത് വെക്കരുത്. ഉണ്ടാക്കിയ പാടെ ഫ്രൈ ചെയ്യാം. പെട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ ശരിയായ വീഡിയോ ഞാൻ ലിങ്ക് ഇടാം. കഴിഞ്ഞ നോമ്പിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ പെട്ടിപ്പത്തിൽ പൊരിച്ച അതേ എണ്ണയിൽ തന്നെ ഞാനിപ്പം നാൻ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാൻ കൂടി ഉണ്ടാക്കാം. അപ്പം നാൻ ഓരോന്നായി പരത്തിയെടുത്തിട്ട് തവയിലിട്ടിട്ട് നന്നായി ചുട്ടെടുക്കാം. അപ്പം ഞാനിപ്പം കണ്ടോ നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ഭാഗം നന്നായിട്ടങ്ങ് വേവിച്ച് മുരിച്ചെടുക്കാം. അടുത്ത ഭാഗം ചെറുതായിട്ട് വാട്ടിയെടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പം എല്ലാ നാനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കട്ട്ലേറ്റ് ഇട്ട് റോൾ ചെയ്യാം. ഈ സമയം നമ്മുടെ ചെമ്മീൻ്റെ മസാല ഏകദേശം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് നമുക്ക് ചെമ്മീൻ അടച്ചു വെക്കാം. മസാല റെഡിയായി. അതേപോലെ തന്നെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാനിപ്പം ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ കാണിക്കാം. ഇപ്പം ഞാൻ ക്ലബ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ബ്രെഡും അതേപോലെ തന്നെ അതിന് ഫിൽ ചെയ്യാനുള്ള കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കുണ്ടാക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ 4 സ്ലൈസ് ബ്രെഡ് വേണം. ഒരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പുതിന ചട്നി വെച്ച് കൊടുക്കാം. വേറൊരു സ്ലൈസ് വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മയണൈസും ചിക്കനും മിക്സ് ആക്കിയിട്ടുള്ള ഒന്നാണ്, അത് വെച്ച് കൊടുക്കാം. വേറൊന്നിലേക്ക് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് 4ാമതൊന്ന് വെച്ച് കവർ ചെയ്യാം. അങ്ങനെ 4 ബ്രെഡ് വെച്ചിട്ട് ഞാനിപ്പം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇത് നന്നായിട്ട് ഈ ബ്രെഡ് നന്നായിട്ട് അങ്ങ് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഇതാണ് ക്ലബ് സാൻഡ്വിച്ച്. ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ 2 ടൈപ്പ് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ഈ ബ്രെഡ് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതേ എണ്ണയിൽ തന്നെ ഞാനിപ്പം ഈത്തപ്പഴം മുട്ടയിലും ബ്രെഡിലും മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഡേറ്റ്സ് ലോലിപോപ്പും ഞാനിപ്പം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പം ഡിന്നറിന് വേണ്ടിയിട്ട് കുറച്ച് പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പാസ്തയുടെയും ഞാനിപ്പം വീഡിയോ കുറച്ച് സ്പീഡാക്കി കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ തന്നെ പോസ്റ്റ് ചെയ്യാം, അതാണ് നല്ലത്. അപ്പം ഈ പാസ്ത ഞാനിപ്പം കുറച്ച് വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, അതാണ് നല്ലത്. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിനെക്കാട്ടിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതല്ലേ നല്ലത്. മക്രോണി ഞാൻ ഇതേപോലെ വൈറ്റ് സോസിൽ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതേ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇത് ഞാനിപ്പം വേറെ തന്നെ ഒന്ന് കാണിക്കാം എന്തായാലും. നോമ്പ് തുറക്കുമ്പോൾ വെക്കണോ ഡിന്നറിന് സെർവ് ചെയ്യണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ഡിന്നറിനാണ് സെർവ് ചെയ്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള പാസ്തയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അപ്പോൾ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയും റെഡിയായി.
ഇനി നാൻ കട്ട്ലേറ്റ് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ അതിനായിട്ട് മയണൈസ് സോസ് ഓരോ നാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കട്ട്ലേറ്റും വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടായ പാനിലേക്ക് 2 ഭാഗവും തിരിച്ചിട്ടിട്ട് നന്നായി ഒന്നങ്ങ് മൊരിച്ചെടുക്കാം. വാട്ടിയെടുത്ത ഭാഗം പുറം ഭാഗം വെച്ചിട്ട് വേണം നമ്മളങ്ങനെ ചെയ്യാൻ. ഈ നാൻ കട്ട്ലേറ്റ് ഞാൻ ഈ നോമ്പിന് തന്നെ കാണിച്ച റെസിപ്പിയാണ്. അപ്പോൾ ഓരോന്നും മൊരിച്ചെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അന്ന് ഫസ്റ്റ് ടൈം ചെയ്തപ്പം കുറച്ച് സ്പീഡ് കൂടുതലും ആയിരുന്നു. അപ്പം ഇങ്ങനെ മൊരിച്ചെടുക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കട്ട്ലേറ്റൊക്കെ അങ്ങ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് വരുന്ന പോലെയൊക്കെ ഊരി വീണു പോകുന്ന പോലെ. അപ്പം ഇന്ന് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കൊക്കെ അങ്ങ് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു പാർട്ടിയിൽ സെർവ് ചെയ്യല്ലേ, അപ്പം മുകളിലൊരു കുക്കുംബറൊക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിച്ചിട്ടുണ്ട്. ഇതിപ്പം സാധാ ചപ്പാത്തിയാണ് ചുട്ടെടുക്കുന്നത്. ലാസ്റ്റ് ടൈമായി, നോമ്പ് തുറക്കേണ്ട ടൈമായി. അപ്പം ചൂടോടെ ചപ്പാത്തിയും ചുട്ടെടുത്തു. ഇനി ഓരോന്നും നമുക്ക് സെർവ് ചെയ്യാം പ്ലേറ്റിലേക്ക്. അപ്പം പ്ലേറ്റിൽ സെർവ് ചെയ്യുമ്പം ബ്രെഡ് സാൻഡ്വിച്ച് ഞാനിപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം, അല്ലാതെ ഇതേപോലെ കോണായിട്ട് ഡയഗണലായിട്ട് കട്ട് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അടുത്തതായിട്ട് സമൂസ പൊരിക്കാനുണ്ട്. അപ്പം ഇന്നലെ ഉണ്ടാക്കി വെച്ച ഫ്രിഡ്ജിൽ വെച്ച സമൂസയാണ്. അത് നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മൊരിച്ചെടുക്കാം. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. എല്ലാം പ്ലേറ്റ് ചെയ്യേണ്ട സമയമായി. ഫ്രൂട്ട്സ് കുറച്ചിപ്പം പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്നാക്സ് ഓരോന്നും ഈ 2 പ്ലേറ്റ് ആക്കിയിട്ടാണ് വെച്ചത്. കാരണം ഒന്ന് ആണുങ്ങൾക്കും ഒന്ന് പെണ്ണുങ്ങൾക്കും. വലിയ ആൾക്കാരൊന്നും ഇല്ല, എന്നാലും ആണുങ്ങളും പെണ്ണുങ്ങളും ആണുള്ളത്. അപ്പം നോമ്പ് തുറയല്ലേ, അന്നേരം പിന്നെ ഒരുമിച്ചിട്ട് തന്നെ കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 പ്ലേറ്റ് ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും 2 സൈഡിലാക്കി വെച്ചിട്ട് അങ്ങനെയാണ് നോമ്പ് തുറക്കുന്നത്. അപ്പം നോമ്പ് തുറക്കാൻ ആദ്യം ചായക്കടി മാത്രമാണ്, പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നാസ്തയൊക്കെ കഴിക്കുക. അപ്പം ചായക്കടിയായിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടിപ്പത്തിൽ, നാൻ കട്ട്ലറ്റ്, ബനാന റോൾ, ക്ലബ് സാൻഡ്വിച്ച്, സമോസ, പിന്നെ ഡേറ്റ്സ് ലോലിപോപ്പ്. അങ്ങനെ 5:30 നമ്മുടെ നാസ്തയടക്കം എല്ലാം റെഡിയായി. എന്നാലും നമ്മളിപ്പം ചായക്കടിയും ഡ്രിങ്ക്സും മാത്രമേ നോമ്പ് തുറക്കുമ്പോൾ സെർവ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിപ്പം ഡ്രിങ്ക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് പിസ്ത മിൽക്ക് ഷേക്കാണ്. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് പിസ്ത ബദാം മിൽക്ക് എസൻസ് ആണ്. ഒരു 10-20 ഗ്ലാസോളം വേണ്ടി വരും. അപ്പോൾ അതിന് കണക്കായിട്ട് കട്ട പാലും കുറച്ച് ഐസ് കട്ടയും മിക്സിയിലേക്ക് ഇട്ടിട്ട് ഈ ഒരു എസൻസും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കാം. ഇപ്പോൾ പാലിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് അടിഞ്ഞ് ജ്യൂസായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം, അതും അല്ലെങ്കിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിപ്പം പാൽപ്പൊടിയാണ് ഇടുന്നത്. 3-4 വലിയ തവി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ അടിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്കിത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാത്രത്തിൽ ഞാൻ പാലിൻ്റെ കട്ട ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ജ്യൂസ് നമ്മൾ അടിക്കുമ്പം കുറച്ച് കട്ടിയായിട്ട് അടിക്കാം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആ പാല് അലിഞ്ഞിട്ട് വരുമ്പം നന്ന ലൂസായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് എസൻസൊക്കെ ഇട്ടിട്ട് കട്ടിയായിട്ട് അടിച്ചാൽ നമ്മുടെ ഈ പാൽ അലിഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസിയിലാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് അനാർ ഇട്ട് കൊടുക്കാം, അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആപ്പിളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. ഈ ഒരു ഡ്രിങ്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. കല്യാണ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു ഡ്രിങ്കാണിത്. ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ തിരക്കിനിടയിൽ കുറച്ചേ എനിക്ക് കുടിക്കാൻ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ ഒന്ന് നാളെയോ മറ്റന്നാളെയോ ഉണ്ടാക്കിയിട്ട് കുടിക്കും. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അങ്ങനെ ഇന്നലത്തെ എൻ്റെ നോമ്പുതുറ പരിപാടിയാണിത്. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തിട്ട് വഴിയെ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇന്ന് വേറൊരു നോമ്പുതുറ നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പം ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കണ്ട, അവിടെ പോയിട്ട് കഴിച്ചാൽ മതി. പറ്റുമെങ്കിൽ ഞാൻ ആ വീഡിയോ എടുക്കാം, നോക്കാം. അവിടെയൊക്കെ പോയിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കാമെന്നറിയില്ല. എന്തായാലും പറ്റിയാൽ ഞാൻ വീഡിയോ എടുക്കാം. അപ്പം നമ്മുടെ ചായക്കടിയും നാസ്തയും ഡ്രിങ്കും ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഏതെങ്കിലും ഒരു റെസിപ്പിയെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണണേ പ്ലീസ്. പിന്നെ അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞപ്പം കോഫി പുഡിംഗ് ഉണ്ട്, അതും നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെയും ചെമ്മീൻ ചോറിൻ്റെയും പാസ്തയുടെയും ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത തന്നെ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു നോമ്പുതുറ ആശംസിക്കുന്നു. അടുത്ത റെസിപ്പീസുമായി അടുത്ത വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ്. താങ്ക് യു.